സഹകരണ മേഖലയോടും ജീവനക്കാരോടുമുള്ള സർക്കാർ അവഗണനയ്ക്കെതിരെ കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് കൊച്ചി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊച്ചി രജിസ്ട്രാർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. സഹകരണ സംഘങ്ങളെ തകർക്കുന്ന ക്ലാസിഫിക്കേഷൻ നോംസ് പരിഷ്കരണം പിൻവലിക്കുക, ജീവനക്കാരുടെ ക്ഷാമബദ്ധ അധികാരമില്ലാതെ നിയമവിരുദ്ധമായി തടഞ്ഞുവച്ച സഹകരണ സംഘം രജിസ്ട്രാറുടെ നടപടി പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തിയ മാർച്ചും ധർണയും KCEF സംസ്ഥാന പ്രസിഡന്റ് ബിനു കാവുങ്കൽ ഉദ്ഘാടനം ചെയ്തു. ഇതെല്ലാം തന്നെ ഒരു ഓർമ്മപ്പെടുത്തലായിട്ടാണ് നമ്മളിവിടെ കാണിക്കുന്നത്. കാരണം ഇവിടെ ഉണരേണ്ട ചില ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഉറങ്ങിക്കിടക്കുന്നതെന്ന് നടിക്കുന്ന ചില ഉദ്യോഗസ്ഥന്മാർ. അവരെ അറിയിക്കാൻ വേണ്ടി ഉണർത്തുപാട്ട് നടത്താമെന്ന് ഞങ്ങളിപ്പോൾ ചെയ്തു. ഈ ഉണർത്തൽ അധികം നാളുണ്ടാവില്ല, പിടിച്ച് ഞങ്ങൾ പുറത്താക്കും എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകാതെ നോക്കേണ്ടത് ഈ ഉദ്യോഗസ്ഥന്മാരാണ് എന്നും അറിയാതെ നിർവാഹമില്ല. കാരണം കേരളത്തിന്റെ ഓരോ പ്രതിസന്ധി വരുമ്പോൾ സർക്കാരിനായിക്കോട്ടെ, പ്രകൃതിയുടെ ആയിക്കോട്ടെ, മറ്റ് ഏത് വിഷയങ്ങൾ വന്നു കഴിഞ്ഞാലും ഈ വിഷയങ്ങളെല്ലാം തന്നെ പരിഹരിക്കുന്നതിന് വേണ്ടി സർക്കാരിന്റെ ഒരു സഹായി അല്ലെങ്കിൽ ഒരു ഏജൻസിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സഹകരണ സംഘങ്ങളെ ഇന്ന് എങ്ങനെ ഇല്ലാതാക്കാമെന്ന് റിസർച്ച് ചെയ്യുന്ന ഒരു IAS ഉദ്യോഗസ്ഥനും ആ IAS ഉദ്യോഗസ്ഥനെ വേണ്ടതായ തുടികൊട്ടി പാടിക്കൊണ്ടിരിക്കുന്ന അഡീഷണൽ രജിസ്ട്രാർമാരും അവരനുസരിച്ച് രാഷ്ട്രീയ പ്രേരിതമായി താഴേക്ക് വരുന്ന താലൂക്കുകളിലേക്കുള്ള ഉദ്യോഗസ്ഥന്മാരും കൂടിക്കൊണ്ടുള്ള ഒരു കൂട്ടുകച്ചവടവും ഇവിടുത്തെ ഈ കേരളം ഭരിക്കുന്ന ഈ സർക്കാരിന്റെ ആവശ്യം ഏതെങ്കിലും വിധത്തിലുള്ള ഒത്തിരി കോൺട്രാക്ടുകൾ ഇവിടെ പല അഴിമതികൾ രാവിലെ തുടങ്ങി ഇങ്ങോട്ട് ഒരുപാട് അഴിമതികൾ ഇവിടെ നടന്നുകൊണ്ടിരിപ്പുണ്ട്. ഇതിനെല്ലാം ഓരോരോ കമ്പനികൾക്കും ഓരോ സ്വകാര്യ വ്യക്തികൾക്കും ഓരോന്ന് തീരെഴുതുന്നുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ തീരെഴുതി അവർക്ക് അങ്ങോട്ട് കൊടുക്കാനാണ്, ഏതെങ്കിലും കോർപ്പറേറ്റുകൾക്ക് വിറ്റ് കാശാക്കാൻ വേണ്ടിയാണ് ഈ സഹകരണ വകുപ്പ് മന്ത്രിയും ഈ സർക്കാരും ഇന്ന് പ്രവർത്തിക്കുന്നത് എന്നുള്ള സംശയത്തിലാണ് നിൽക്കുന്നത്. കാരണം കേരളത്തിൽ പ്രളയം വന്നോട്ടെ, സുനാമി വന്നോട്ടെ, സർക്കാരിന്റെ ട്രഷറിയിലെ കാശില്ലാതെ പൂച്ച പെറ്റ് കിടന്നോട്ടെ, എന്ത് വന്നാലും ആശ്രയമായി കൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഒരു സാമ്പത്തിക സ്രോതസ്സായി വളർന്ന ഈ 112 വയസ്സുള്ള സഹകരണ മുത്തശ്ശിയെ ഇന്ന് കൊല്ലാൻ ശ്രമിക്കുന്ന ചില മക്കളുടെ സ്വഭാവമാണ് കേരളത്തിലെ സഹകരണ വകുപ്പും ഈ സർക്കാരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. താലൂക്ക് പ്രസിഡന്റ് S. സജീർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ KI സിയാദ് മുഖ്യപ്രഭാഷണം നടത്തി. KCEF ജില്ലാ വനിതാ ഫോറം ചെയർപേഴ്സൺ ശ്രീജ K. മേനോൻ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം PJ ഫ്രാൻസ്, സംസ്ഥാന ഓഡിറ്റർ ഗോഡ്വിൻ സക്കീര, താലൂക്ക് സെക്രട്ടറി മേരി, ജില്ലാ കമ്മിറ്റി അംഗം KJ റോബർട്ട്, താലൂക്ക് വൈസ് പ്രസിഡന്റ് സുജിത്, താലൂക്ക് ട്രഷറർ ജിബിൻ, താലൂക്ക് വൈസ് പ്രസിഡന്റ് ജ്യോതി പ്രകാശ്, വൈപ്പിൻ മേഖലാ ചെയർമാൻ ആന്റണി സാജു എന്നിവർ പ്രസംഗിച്ചു. അവർ പറഞ്ഞത് ഞങ്ങൾ ഈ ഇലക്ഷനിൽ വോട്ട് ബഹിഷ്കരിക്കുകയെന്ന് പറഞ്ഞത്, അതായത് എന്തുകൊണ്ടും ഈ DA പോലുള്ള നമുക്ക് എന്തുകൊണ്ടും ലഭിക്കാവുന്ന അല്ലെങ്കിൽ തടയാൻ സാധിക്കാത്ത ഈ വിഷയങ്ങൾ നമുക്ക് അനുവദിക്കാതെ മനഃപൂർവ്വം തടയുന്നതുകൊണ്ട് അവർ വോട്ട് ചെയ്യില്ല എന്നുള്ളതാണ് നമ്മളോട് നേരിട്ട് പറഞ്ഞിട്ടുള്ളത്. അത് സംസ്ഥാനം ഒട്ടാകെ അലയൊടിഞ്ഞ് നിൽക്കുമ്പോഴാണ് ഈ ഗവൺമെന്റിന്റെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ തിരിച്ചടിയാവും ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ പരാജയം എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് ഈ DA ഒരു ചെറിയൊരു കാര്യം, ഒരു ഭേദഗതി മാത്രമേ വന്നുള്ളൂ. 2 വർഷം ലാഭമാണെങ്കിലും എന്നുള്ള 1-2 ക്ലോസുകൾ മാത്രമേ വന്നിട്ടുള്ളൂ. അത് കടിയിൽ കൂടിയുള്ള ഒരു ഉപാധി മാത്രമായിട്ട് അവിടെ കണ്ടെത്തുന്നത്. അതുപോലെ നമ്മുടെ ശമ്പള പരിഷ്കരണം, ഈ ക്ലാസ് നിയമം എന്ത് ശമ്പള പരിഷ്കരണം നടപ്പാക്കാൻ പറ്റും, എങ്ങനെ നടത്താൻ പറ്റും, നിലവിൽ അതിന് താഴെയുള്ള സ്ലാബിലോട്ട് നമ്മൾ പോകുന്നത് ഈ ക്ലാസ് വിദ്യാഭ്യാസ രീതിയിലോട്ട് പോയാല് ശമ്പള പരിഷ്കരണത്തിന്റെ കാലാവധി കഴിഞ്ഞിട്ട് ഇപ്പൊ 2 വർഷത്തോളം അല്ലെ 2 വർഷത്തോളം ഇനിയും കാത്തിരിക്കുകയാണ്. നമുക്ക് കിട്ടാൻ കഴിയായിട്ടാണ് കാത്തിരിക്കുന്നത് ഈ ശമ്പള പരിഷ്കരണം തുടങ്ങിയ. നമുക്കറിയാം, നമ്മുടെ സഹകരണ മേഖല സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായ കേരള ജനതയെ കൈപിടിച്ചു ഉയർത്തുകയും നമ്മുടെ അധ്വാനവും അതുപോലെ തന്നെ നമ്മുടെ പരിശ്രമം കൊണ്ട് എല്ലാ മേഖലയിലും സഹായ സഹകരണങ്ങൾ എത്തിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയും ചെയ്യുന്ന ഈ പ്രസ്ഥാനത്തെ എല്ലാ തലങ്ങളിൽ നിന്നുകൊണ്ടും ഇതിനെ തകർക്കാൻ ശ്രമിക്കുകയാണ്. ഇവിടെ ഗവൺമെന്റ് സഹകരണ മേഖലയെ തകർക്കുന്ന നിയമങ്ങളുമായി മുന്നോട്ട് വരികയാണ്. അതിനെ ഈ അടുത്ത കാലത്ത് വന്നിരിക്കുന്ന ക്ലാസിഫിക്കേഷൻ നോംസിന്റെ കരട് യാതൊരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന തലത്തിലുള്ള ഒരു നിയമം നമുക്ക് മുന്നിലോട്ട് വെച്ചിരിക്കുകയാണ്. ഇത് പിൻവലിച്ചേ മതിയാകൂ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടിട്ടാണ് നമ്മൾ ഈ പ്രതിഷേധ ധർണ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്.